നമ്മൾ വലിയൊരു നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇറച്ചിയും മീനും ഉപേക്ഷിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടെന്ന് വെച്ച് നമ്മളുടെ ശരീരത്തെ ഒരുക്കുകയാണ്. പക്ഷേ ജീസസ് മത്തായി 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞ ഒരു വാക്യമുണ്ട്. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, മറിച്ച് വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഇറച്ചി ഉപേക്ഷിക്കുന്നു, പക്ഷേ നമ്മുടെ നാവുകൊണ്ട് അയൽക്കാരനെ കടിച്ചു കീറുന്നുവെങ്കിൽ ആ നോമ്പുകൊണ്ട് എന്തു ഫലം? നമ്മൾ മധുരം ഉപേക്ഷിക്കുന്നു, പക്ഷേ നമ്മുടെ വാക്കുകളിൽ നിറയെ കയ്പും വെറുപ്പുമാണെങ്കിൽ ദൈവം ആ നോമ്പ് സ്വീകരിക്കും? ഒരിക്കലും ഇല്ല. ഈ നോമ്പുകാലത്ത് ദൈവം ആഗ്രഹിക്കുന്നത് വെറുമൊരു ഭക്ഷണ നോമ്പല്ല, മറിച്ച് നാവിന്റെ നോമ്പ് ആണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത 5 തരം വാക്കുകളെ കുറിച്ചാണ്. നിങ്ങളുടെ നോമ്പ് ദൈവത്തിന് സ്വീകാര്യമാണെങ്കിൽ ഈ 5 വാക്ക് നിങ്ങൾ ഉപേക്ഷിച്ചേ തീരൂ. ഒന്നാമതായി നമ്മൾ ഉപേക്ഷിക്കേണ്ടത് പരാതികളും കുറ്റപ്പെടുത്തലുകളും ആണ്. നോമ്പുകാലം മരുഭൂമിയിലെ യാത്രയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ദൈവകോപത്തിന് ഇരയായത് വലിയ പാപങ്ങൾ ചെയ്തുകൊണ്ടല്ല, മറിച്ച് അവർ എപ്പോഴും കുറ്റപ്പെടുത്തിയതുകൊണ്ടാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, വെയിലാണ് എന്നൊക്കെ പറഞ്ഞ് അവർ മോശയ്ക്കും ദൈവത്തിനും എതിരെ പരാതി പറഞ്ഞു. ഈ നോമ്പുകാലത്ത് നിങ്ങളും അത് ചെയ്യുന്നുണ്ടോ? എന്തൊരു ചൂടാണ്! ഭക്ഷണം ശരിയായില്ല, പള്ളിയിൽ അച്ഛന്റെ പ്രസംഗം നീണ്ടുപോയി, മക്കൾ അനുസരിക്കുന്നില്ല. ഇങ്ങനെ എപ്പോഴും പരാതി പറയുന്ന നാവുമായിട്ടാണോ നിങ്ങൾ നോമ്പ് നോക്കുന്നത്? ഫിലിപ്പിയർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. നിങ്ങൾ പരാതി പറയുമ്പോൾ ദൈവം തന്ന കുരിശിനെ നിങ്ങൾ തള്ളിപ്പറയുകയാണ്. ഈ നോമ്പിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പരാതി പറയുന്നത് ഒഴിവാക്കി ദൈവമേ നന്ദി എന്ന് പറയാൻ പഠിക്കുക. പരാതി പറയുന്ന നാവ് നോമ്പിന്റെ ചൈതന്യത്തെ കെടുത്തിക്കളയും. രണ്ടാമതായി ഉപേക്ഷിക്കേണ്ടത് കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ നുണകളാണ്. നോമ്പുകാലം സത്യത്തിന്റെ കാലമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, വലിയ കള്ളമൊന്നും ഞാൻ പറയാറില്ലല്ലോ, ചെറിയ നുണകളല്ലേ എന്ന്. പക്ഷേ കൊളോസോസുകാർ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. നമ്മൾ നോമ്പെടുക്കുന്നത് സത്യദൈവത്തിന് വേണ്ടിയാണ്. ആ ദൈവത്തിന് മുൻപിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ നാവുകൊണ്ട് നുണ പറയാൻ പാടില്ല. കാര്യങ്ങൾ പെരുപ്പിച്ചു പറയുക, സത്യം മറച്ചു വെക്കുക, കർത്തവ്യങ്ങളിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ജോലികളിൽ നിന്നും രക്ഷപ്പെടാൻ ചെറിയ നുണകൾ പറയുക, ഇതെല്ലാം ഈ നോമ്പുകാലത്ത് നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം. നിങ്ങൾ ഒരു ഉപവാസം എടുത്തിട്ട് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര ക്ഷീണിതനാണ് എന്ന് അഭിനയിക്കുന്നതും ഒരുതരം നുണയാണ്. സത്യസന്ധത ഇല്ലാത്ത നോമ്പ് വെള്ളം തൊടാത്ത തൊലിയുള്ള പഴം പോലെയാണ്. ഒരുപക്ഷെ പുറമേ ഭംഗിയുണ്ടാകും, ഉള്ളിൽ ഒന്നുമില്ല. മൂന്നാമതായി, ഈ നോമ്പിൽ
ഏറ്റവും അധികം കർശനമായി ഉപേക്ഷിക്കേണ്ടത് ഏഷണി. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്. നിങ്ങൾ ഇറച്ചി ഉപേക്ഷിക്കുന്നു, നല്ലത്. പക്ഷേ സ്വന്തം സഹോദരന്റെ മാംസം കടിച്ചു കഴിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉപവാസം കൊണ്ട് എന്ത് പ്രയോജനം? മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയുന്നത് അവരുടെ മാംസം തിരിക്കുന്നതിന് തുല്യമാണ്. ഈ നോമ്പുകാലത്ത് പലരും ഒത്തുകൂടുമ്പോൾ സംസാരം തുടങ്ങുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചാകും. അവൾ ചെയ്തത് കണ്ടോ? അവന്റെ കുടുംബം എങ്ങനെയാണ്? സുഭാഷിതങ്ങൾ 11-ാം അധ്യായം 13-ാം വാക്യം. ഏഷണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു. മറ്റുള്ളവരുടെ വീഴ്ചകൾ പറഞ്ഞു രസിക്കാനുള്ള ഒരു സമയമല്ല നോമ്പ് കാലഘട്ടം. അത് സ്വന്തം വീഴ്ചകൾ ഓർത്ത് കരയാനുള്ള സമയമാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലം ആരെങ്കിലും നിങ്ങളോട് ഗോസിപ്പ് പറയാൻ വന്നാൽ അവരോട് പറയുക, ക്ഷമിക്കുക. ഈ നോമ്പുകാലത്ത് ഞാൻ ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കാറില്ല. നാലാമതായി, മറ്റുള്ളവരെ വിധിക്കുന്ന വാക്കുകൾ. നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കാനും നോമ്പെടുക്കാനും തുടങ്ങുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു അഹങ്കാരം വരും. എന്നിട്ട് നോമ്പെടുക്കാത്തവരെയും പള്ളിയിൽ വരാത്തവരെയും നമ്മൾ വിധിക്കാൻ തുടങ്ങും. അവൻ അല്ലെങ്കിൽ അവൾ ഒന്നും ഒരു കാലത്തും നന്നാകില്ല. ഇത്തരം വാക്കുകൾ മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിക്കുന്നതാണ്. സങ്കീർത്തനം 101-ാം അധ്യായം 5-ാം വാക്യം. ദൈവം പറയുന്നു, അയൽക്കാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അവിടുന്ന് പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഈ നോമ്പുകാലത്ത് നിങ്ങളുടെ നാവുകൊണ്ട് ആരെയും വിധിക്കരുത്. പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിധിക്കുന്ന നാവ് ദൈവത്തിന് അറപ്പാണ്. അഞ്ചാമതായി, ശാപവാക്കുകളും ദേഷ്യവും. ഒരുപക്ഷെ അവർ ഉപവാസത്തിലായിരിക്കും. പക്ഷേ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ അവർ അലറാൻ തുടങ്ങും. നിനക്കൊന്നും ഗുണം പഠിക്കില്ല, നശിച്ചു പോകും തുടങ്ങി ശാപവാക്കുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. യാക്കോബ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. നമ്മുടെ കർത്താവ് പീഡാനുഭവ സമയത്ത് തന്നെ അടിച്ചവരെയും തുപ്പിയവരെയും ശപിച്ചിട്ടില്ല. അവിടുന്ന് മൗനമായി സഹിച്ചു. ഈ നോമ്പുകാലത്ത് ദേഷ്യം വരുമ്പോൾ മൗനമായി ഇരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ആകരുത്, മറിച്ച് ആശ്വസിപ്പിക്കുന്നതാകണം. ശപിക്കുന്ന നാവുകൊണ്ട് ചൊല്ലുന്ന കുരിശിന്റെ വഴി ദൈവം കേൾക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ് വെറുമൊരു ഡയറ്റിംഗ് ആകരുത്. ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനം ഈ 5 വാക്കുകൾ ഉപേക്ഷിക്കുന്നതാണ്. പരാതികൾ, നുണകൾ, ഏഷണി, കുറ്റപ്പെടുത്തലുകൾ, ശാപവാക്കുകൾ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വാക്ക് നോമ്പെടുക്കാം. ഇങ്ങനെ ചെയ്താൽ
ഈസ്റ്റർ ആകുമ്പോഴേക്കും നമ്മൾ പുതിയൊരു മനുഷ്യരായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, ഈ നോമ്പുകാലത്ത് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പരാതികളും നുണകളും പരദൂഷണങ്ങളും പറഞ്ഞ് എൻ്റെ നോമ്പിനെ അശുദ്ധമാക്കാൻ ഇടയാക്കരുതേ. എൻ്റെ വാക്കുകൾ അങ്ങയെപ്പോലെ സ്നേഹം നിറഞ്ഞതാകട്ടെ. മൗനമായി സഹിക്കാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും എനിക്ക് കൃപ തരണമേ. എൻ്റെ നാവ് അങ്ങയ്ക്കുള്ള ബലിയായി മാറട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ നോമ്പിനെ കൂടുതൽ അർത്ഥപൂർണമാക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു നോമ്പ് ആചരിക്കാൻ ഇടവരട്ടെ. ജീസസ് നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കാൻ ഇടവരുത്തട്ടെ.